ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹാൻഡിൽ വെട്ടൽ, കോൺസെപ്റ്റ് ചെക്കപ്പ്, സെൽഫ് ചെക്കപ്പ്, ബാറ്ററി ചെക്കപ്പ്, പിന്നെ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. ഫസ്റ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സമയം നമുക്ക് എടുക്കേണ്ടി വന്നു. കാരണം വണ്ടിയുടെ എഞ്ചിൻ കംപ്രഷൻ ലീക്കായി പോണ കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടിക്ക്. അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ പ്ലഗ് അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എഞ്ചിൻ കംപ്രഷൻ ലീക്കായി പോകാമെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഹെഡിൽ കരിയുടെ അളവ് കൂടുതൽ വരുമ്പോൾ വന്നൊരു കംപ്ലയിൻ്റാണ്. അത് നമ്മൾ അഴിച്ച്, അതായത് എഞ്ചിൻ്റെ ഭാഗം അഴിച്ച് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്താലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. സാധാരണ അത് ചെയ്യേണ്ടി വന്നത് 25,000 കിലോമീറ്റർ കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഓരോ ഇതിൻ്റെ അനുസരിച്ചിട്ട്, അതായത് നമ്മളുടെ ഉപയോഗം അനുസരിച്ചിട്ട് ചിലത് നേരത്തെ വരും, ചിലത് കുറേ വൈകി വരും. ഇത് ഏകദേശം 70,000 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യാത്ത പക്ഷം സ്വാഭാവികമായിട്ടും ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, അതായത് കംപ്രഷൻ ലീക്കായിട്ടുള്ള സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് പുറമേ നമുക്ക് അതിൻ്റെ ഈ പ്ലഗിലേക്ക് പോകണം. ഈ പ്ലഗിൻ്റെ അഡാപ്റ്റർ ചെറിയ ലീക്കേജ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് അഴിച്ച് മാറ്റി പ്ലഗ് മാറ്റിയിട്ടപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ടായി കിട്ടി വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി. പക്ഷേ ഓടിക്കുന്ന സമയത്ത് വണ്ടി മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻറ്റാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് പറയാം. പിന്നെ സെൽഫ് സ്റ്റാർട്ട് ആവാത്തതിൻ്റെ കാരണം സെൽഫ് സ്റ്റാർട്ട് വർക്കിംഗ് അല്ല, അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റാണ്. അപ്പോൾ ഞാനത് ഒന്നേന്ന് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സർവീസിനോടനുബന്ധിച്ച് വണ്ടി കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റിങ് പരമാവധിയിൽ കിടന്നാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് ഇപ്പോൾ നിൽക്കണേ. ബ്രേക്ക് ലൈനർ മാറ്റേണ്ട ടൈമാണ്. അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഈ ക്യാമൊക്കെ ടൈറ്റായി തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഗിയർ ഓയിൽ, ബാക്കിൽ വരുന്ന ഗിയർ ബോക്സിനകത്ത് സെപ്പറേറ്റ് ഓയിലാണ് വരാം. ആ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തീരെ ലെവൽ കുറവാണ്. അപ്പോൾ 120 മില്ലി ഓയിലാണ് ആകെ നമുക്ക് ഗിയർ ഓയിൽ തന്നെ. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കളയാം. കാരണം അത് ഏകദേശം അതിൻ്റെ ഒരു ലെവൽ ടോപ്പ് ചെയ്യാൻ പറ്റുന്നേക്കാളും നല്ലത് നമുക്ക് മാറ്റി പുതിയത് ഒഴിക്കണമായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ ബ്രേക്കുമായി തന്നെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ കേബിളുകൾ കംപ്ലയിൻറ്റാണ്. ഫ്രണ്ടിലേക്ക് പോകുന്ന കേബിളും ബാക്കിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിളുകളും, ആ കേബിളൊക്കെ നല്ല രീതിയിൽ ടൈറ്റായിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരുന്ന ഈ 2 കേബിളുകൾ നല്ല ഔട്ടർ വലിഞ്ഞ് ടൈറ്റായിട്ടുണ്ട്. ബാക്കിലേക്ക് വരുന്ന കേബിളും ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഫുള്ളായിട്ട് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലാണ് ആ ബ്രേക്കിംഗ് കംഫർട്ട് കറക്റ്റായിട്ട് ആവുള്ളൂ. പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ മാറ്റേണ്ട ഒരു ടൈമാണ് ശരിക്കും. ഇത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഹെഡ് ഓവറോളിംഗ് എന്ന് പറയാം. ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിനെ ഹെഡ് ഓവറോളിംഗ് എന്നാണ് പറയാം. അത് അഴിച്ച് കരിയൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്ന പ്രോസസ്സിന് ഹെഡ് ഓവറോളിംഗ് എന്ന് പറയാം. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ചെയ്താലും മതി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ എയർ ഫിൽട്ടർ നമുക്ക് ഇടണം. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത ഹെഡ് ഓവറോളിംഗ് വലിയ താമസിച്ചാണ്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ആ ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ ഇത് എയർ ഫിൽട്ടർ മാറ്റിയിട്ടാലും മതി. പ്ലഗിനകത്ത് കാർബൺ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലഗ് മാറ്റിയാണ്. ശരിക്കും ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പക്ഷേ നമ്മുടെ ഈ കംപ്ലയിൻറ്റ് എഞ്ചിൻ ഹെഡിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് മാറ്റിയിട്ട്, അപ്പോൾ എന്തായാലും നമുക്ക് ചിലവാണ് തന്നെ. അപ്പോൾ ഈ എയർ ഫിൽട്ടർ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാറ്റിയാലും മതി. ഇപ്പം നിലവിൽ മാറ്റേണ്ട ഒരു ടൈമാണ്. ഞാനിപ്പോൾ എസ്റ്റിമേറ്റിൽ തൽക്കാലം അത് ഉൾക്കൊള്ളിക്കണില്ല, മാറ്റിയിട്ട് പറയാം. നേരെ മറിച്ച് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം എഞ്ചിൻ ഹെഡ് ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ അത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം. ഇപ്പം ബാക്കിയത്തെ മെയിൻ്റനൻസ് നമുക്ക് ബാക്കിയത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ തന്നെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത് കേട്ടോ. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. ബെൽറ്റ് നല്ല രീതിയിൽ കമ്പനി ബെൽറ്റ് കിടക്കണേ. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്കൊക്കെ പോലെ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്ന രീതിയിൽ നമുക്കതിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ. അത് നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാൻ കിട്ടും. നമ്മൾ കറക്റ്റായിട്ടാണ് പീരിയോഡിക് സർവീസ് ചെയ്യണം. അതായത് ജനറലായിട്ടുള്ള സർവീസ് 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് സാധാരണ വന്നത്. ആ 4 മാസം കൂടുമ്പോൾ കൃത്യമായിട്ടാണ് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലും നമ്മളോട് ജനറൽ സർവീസായിട്ട് തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ അന്ന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് കൂടുതലായിട്ട് കണ്ടെങ്കിൽ അപ്പോൾ അന്ന് മാറ്റി കളഞ്ഞാലും മതി. പിന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതിങ്ങനെ ക്ലച്ചിൻ്റെ ഓരോ പാർട്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അതിനകത്ത് മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഒന്നും പറയാവുന്ന രീതിയിലേക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഓയിൽ സീൽ നമുക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സൈഡ് ചെറുതായിട്ട് ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഓയിൽ സീൽ മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ഈ സൈഡ് വേറെ ലീക്കേജ് ഒന്നുമില്ല. പക്ഷേ ഹെഡ് ഓവറോളിങ് ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് ഗ്യാസ്കറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം.
പിന്നെയുള്ള പ്രശ്നം, വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് അതിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഉപയോഗം മൂലം E20 പെട്രോളാണ് നമ്മൾ ഉപയോഗിക്കുക. അതുമൂലം കാർബറേറ്ററിനൊക്കെ ശരിക്കും ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു പൗഡർ കണക്ക് വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കായി പോയി. ഈ ജെറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഈ യൂണിറ്റിനൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്ലോട്ട് വാൽവ് മാറ്റി റീസെറ്റ് ചെയ്യുക. അപ്പോഴാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. തന്നെയല്ല, നമുക്ക് ഈ പെട്രോൾ അതിനകത്ത് കിടന്നതിന് ശേഷം നമുക്കിപ്പോൾ ടാങ്കിൻ്റെ ഭാഗമൊക്കെ ആയാലും നോക്കുമ്പോൾ ടാങ്കിനകത്തും ഈ വെള്ളം ഊറി കിടക്കണ പോലെ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയില്ല. അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ടാങ്കും കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പെട്രോൾ നമുക്ക് ഫില്ല് ചെയ്യാം. അതിനുശേഷം ഉപയോഗിക്കാം. പ്രത്യേകത എന്ന് വെച്ചാൽ E20 പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം ഇരുന്നാൽ, ഒരു 3-4 ദിവസം ഇരുന്നാൽ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഓവർഫ്ലോ, അങ്ങനെ പല കംപ്ലയിൻറ്റുകളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാർബറേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓവർഫ്ലോ വരാനുള്ളൊരു കംപ്ലയിൻറ്റിൻ്റെ സാധ്യതയൊക്കെ നിലവിലുണ്ട്. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയേക്കാം. അത് കൃത്യമായിട്ട് കണ്ട് വായിച്ച് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഷോക്കിൻ്റെ ബുഷൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ലിങ്കിൻ്റെ ബുഷായാലും അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലിങ്കിൻ്റെ ബുഷ് സെറ്റായിട്ട് മാറണമെന്നില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രം മാറ്റിയാൽ മതി. പക്ഷേ ഫ്രണ്ട് ഷോക്കിൻ്റെ ഗ്രീൻ ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്ത് വിടേണ്ട അത്യാവശ്യമാണ്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ആയാലും ഏകദേശം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. മാക്സിമത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടും ബാക്കും ലൈനറും മാറ്റാം, ബ്രേക്കിൻ്റെ കേബിളുകളും മാറ്റി റീസെറ്റ് ആക്കാം. സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം ബാറ്ററിയാണ്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 2022 ബാറ്ററിയാണ്. 2022 വെച്ചേക്കണ ആംറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ തന്നെ നോക്കുന്ന സമയത്ത് 5 വോൾട്ടൊക്കെ കിട്ടണുള്ളൂ. 8 വോൾട്ടിൽ താഴേക്ക് വന്നാൽ തന്നെ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. ആ സ്ഥാനത്താണ് നിലവിൽ 5 വോൾട്ടിലേക്ക് വരാം. ലോഡൊക്കെ കൊടുക്കണ്ട, അയക്കുമ്പോൾ തന്നെ ഫുൾ കട്ടായി പോകണം. അപ്പോൾ നിലവിൽ ബാറ്ററി മാറ്റിയാലാണ് സെൽഫ് വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ വൈസറിൻ്റെ ഈ ഭാഗത്തൊക്കെ സ്ക്രൂ ഒക്കെ ചാടി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ തന്നെ മൊത്തത്തിലൊരു ജർക്കിങ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് സൈഡിൽ നിന്നുണ്ട്. കോൺസെറ്റിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോൺസെറ്റിൻ്റെ അല്ല നമ്മുടെ വണ്ടിയുടെ പാളൽ വെട്ടൽ കാണിക്കുന്നതിൻ്റെ കാരണം കോൺസെറ്റിൻ്റെ അല്ല. നമുക്കതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ ഫുള്ള് കംപ്ലയിൻ്റ് ആകും. ടയറില്ല, ഒട്ടും കട്ടയില്ലാത്തൊരവസ്ഥയിലാണ് കിടക്കണേ. തന്നെയല്ല ബാക്ക് ടയറാണെങ്കിലും ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി മോഡൽ ടയറല്ല, കട്ട കൂടുതലുള്ള മോഡൽ ടയറാണ്. അപ്പോൾ ആ ടയറും ഇപ്പോൾ ഈ 2 ടയറുകൾ മാറ്റിയിട്ടാൽ തന്നെ വണ്ടി ഓടിക്കാൻ ക്ലിയറാണ്. ഇപ്പോൾ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം. ഈ മോഡൽ കട്ടിയൊന്നും ഒരു കാരണവശാലും എടുക്കരുത്. നിലവിൽ കമ്പനി വണ്ടി വരുമ്പോൾ ഉള്ള ടയർ സാപ്പർ മോഡൽ ടയർ എന്ന് പറയാം. പറ്റുമെന്നുണ്ടെങ്കിൽ MRFൻ്റെ തന്നെ ഇടാനായിട്ട് നോക്കാം. അതല്ലെങ്കിൽ അപ്പോളോൻ്റെ യൂസ് ചെയ്യണമായിരിക്കും കുറേ കൂടി ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ MRFൻ്റെ ടയറിന് അത്യാവശ്യം നല്ല വിലയായിട്ടുണ്ട്. MRF അല്ലെങ്കിൽ അപ്പോളോ അതില്ലെങ്കിൽ മാത്രം C8 ബാക്കിയത്തെ മോഡലിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. എടുക്കുമ്പോൾ കമ്പനി ടയർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ തന്നെയാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ സുഖം ഉണ്ടാവുള്ളൂ, സ്മൂത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒരേ സൈസാണ് നമുക്ക് വരാം. 10 ഇഞ്ചിൻ്റെയാണ് ഫ്രണ്ടും ബാക്കും വരാം. 90, 100, 10 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ ടയർ വരാം. അപ്പോൾ ആ ടയർ തന്നെയാണ് ഫ്രണ്ടും ബാക്കും തന്നെ. എടുക്കുമ്പോൾ കമ്പനി നല്ല മോഡൽ ടയർ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം ഷോപ്പിൽ ചെല്ലുമ്പോൾ അവരുടെ കയ്യിലുള്ള സ്റ്റോക്കാണ് നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ. അപ്പോൾ നമ്മളതിനെ നോക്കി കൃത്യമായിട്ട് കണ്ടും മനസ്സിലാക്കി അത് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോഴാണ് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ടൊരു സ്മൂത്ത് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫുൾ ടൈറ്റാണ്. ചോക്ക് കേബിൾ മാറ്റിയിടാം. ആക്സിലേറ്റർ കേബിളും ഈ പറഞ്ഞ രീതിയിലൂടെ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ ഇപ്പോൾ വേണമെങ്കിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ബാക്കിയത്തെ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിയുടെ കേബിൾ കൂടി മാറ്റി പോകണമായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് അഴിക്കേണ്ടതായിട്ട് വരും. തന്നെയല്ല ബാക്കിയത്തെ വർക്ക് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ കേബിൾ കൂടി മാറ്റിയിടുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് പെർഫോമൻസ്, ആ സ്മൂത്ത്നെസ് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗിൻ്റെ ദിവസം പറഞ്ഞു. പ്ലഗ് ഓൾറെഡി ഷോർട്ടിങ് ആയിരുന്നു, നമ്മൾ മാറ്റിയിട്ടുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് കംപ്ലയിൻ്റ് ആണ്. സെക്കൻഡറി യൂണിറ്റ് മാറ്റിയിടണം. ഈ പെട്രോൾ ഫ്യൂവലിൻ്റെ ടാപ്പാണത്. ശരിക്കും പറഞ്ഞാൽ ഓൺ ഓഫ് തന്നെ വാക്യൂം ടൈപ്പ് ടാപ്പാണ് ഈ വരാം. ഈ സാധനമൊക്കെ ഡാമേജാണ്. കാരണം ഞാൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ പെട്രോളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരുന്ന ഒട്ടുമിക്ക ഭാഗങ്ങളും കംപ്ലയിൻറ്റിലേക്ക് വരാണ്. ഇപ്പോൾ കാർബറേറ്റർ എന്ന് പറയുന്നത് അലുമിനിയമാണ് അതിൻ്റെ മെറ്റീരിയൽ. ഇതെന്ന് പറഞ്ഞാൽ അലുമിനിയം മെറ്റീരിയൽ, അതും ഡാമേജിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ പെട്രോൾ നിൽക്കുന്നത് ഈ പൈപ്പിലാണ്. ഈ പൈപ്പിൻ്റെ സൈഡ് ലെങ്ത്ത് വികസിച്ച് പോകും. അതാണ് ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഞാനത് ഉൾപ്പെടുത്തുന്ന ഭാഗങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പെർമിഷൻ കൊടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ മാറ്റേണ്ട ടൈമാണ്. ഒരല്പം ലെവൽ കുറവും കാണുന്നുണ്ട്.
അപ്പോൾ നമ്മൾ എപ്പോഴും എമർജൻസി ആയിട്ട് ചെയ്ത് പോകുമ്പോൾ എഞ്ചിൻ ഹെഡ് ക്ലീനിങ് ആണ് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടത്. ഓയിൽ ലെവൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് രണ്ട് രീതിയിലാണ് കുറയാം. ഒന്ന് ഓയിൽ മൈന്യൂട്ടായിട്ട് കയറി കത്തുമ്പോഴും ലെവൽ കുറഞ്ഞു പോകും. ഇനി അതല്ലെങ്കിൽ ഓയിൽ മാറ്റാനായിട്ടുള്ള സമയം വൈകി പോകുമ്പോഴും ഓയിൽ ലെവൽ കുറയും. അത് ഇപ്പോൾ നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 70,000 കിലോമീറ്റർ മുകളിൽ ഓടിയേക്കണത് കൊണ്ട് എഞ്ചിൻ ഹെഡ് ക്ലീനിങ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട വർക്കാണ്. ആ കൂട്ടത്തിൽ കൂടെ പിസ്റ്റൻ്റെ റിങ്സ് കാര്യങ്ങൾ നമ്മൾ മാറ്റിയിടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗം കവറായി പോയിക്കോളും. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ടൊന്ന് പറയാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. ഇനി ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കേസുകൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പെർമിഷൻ കൊടുക്കുക കേട്ടോ. എന്തായാലും നമുക്ക് അത്യാവശ്യം മെയിൻ്റനൻസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു ചിലപ്പോൾ ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധിയും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. ഓക്കെ.